പാലക്കാട് നെമ്മാറയിൽ ഈ നിഷ്കളങ്ക ഗ്രാമീണ ഭൂമിയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു വരുമെന്ന് എപ്പോഴെങ്കിലും കരുതിയോ? ഇല്ല. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ. എല്ലാവരും പറഞ്ഞു, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ. അധികം വൈകാതെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു, ഇവിടേക്കും ലഹരി എത്തുന്നുണ്ട്. ക്ലാസ്സിലെ വില്ലത്തികളുടെ ബാഗുകളും മറ്റും ഞങ്ങളെല്ലാവരും പരിശോധിച്ചു. ഒന്നും ലഭിച്ചില്ല. പക്ഷേ സ്കൂളിലേക്ക് ലഹരി എത്തുന്ന ഒരു കണ്ണി ഉണ്ടാവാം. ആരാണത്? ഒരു ദിവസം ഞാനത് കണ്ടു. ഞങ്ങളുടെ ചിത്രങ്ങളിൽ ഒന്നുമില്ലായിരുന്ന ഒരു കുട്ടി. അവളാണ് ലഹരിയുടെ കണ്ണി. ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല, മറിച്ച് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാമെന്ന് ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു ബോധോദയമുണ്ടായി. കൗമാരങ്ങളിലെയും യൗവനങ്ങളിലെയും സ്ഫോടനാത്മകമായ ഊർജത്തെ വഴിതിരിച്ചുവിടാൻ കഴിഞ്ഞെങ്കിൽ. ഒതുങ്ങിമാറി നടന്ന അവളെ പതുക്കെ ഞാൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. കലോത്സവങ്ങളിൽ, നാടകങ്ങളിൽ, സ്കൂളിൻ്റെ സർവ്വ പ്രവർത്തനങ്ങളിലേക്കും അവളെ ഉൾപ്പെടുത്തി. ചെറിയ ചെറിയ അംഗീകാരങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പോൾ അവൾ പതുക്കെ ലഹരിയുടെ വഴികൾ മറക്കുന്നത് ഞാൻ അറിഞ്ഞു. പാലക്കാട് ഞാൻ വന്നിട്ട് 5 വർഷം കഴിയുന്നു. നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടി തിരിക്കുകയാണ്. ഒരു നിയോഗം പോലെ അന്ന് ഞാൻ അവളെ കണ്ടു. അവൾ അറിഞ്ഞിട്ടുണ്ടാവുമോ, ലഹരിയുടെ വഴിത്താരയിൽ നിന്ന് അവൾ പോലും അറിയാതെ ഞാൻ അവളെ പിന്തിരിപ്പിച്ചത്? ഇല്ല. പറയണോ? വേണ്ട. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഇപ്പോൾ മനസ്സിലൊരു കുളിരുണ്ട്. ഓരോ യാത്രയും സഫലമാകുന്നത് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആവാം.